നമ്മുടെ ചേകനൂരിനെ പ്രത്യക്ഷപ്പെട്ട എന്താ? ആദ്യം ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പ്രത്യക്ഷപ്പെട്ടത്. 2 സാക്ഷി വേണം. അത് ശരിയല്ലേ, റസൂലുള്ളാഹിന്റെ ഹദീസ് 2 സാക്ഷി വേണമെന്നതിൽ എന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. പിന്നെ ഓരോന്നോരോന്ന് നിഷേധിക്കാൻ തുടങ്ങി. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികളൊക്കെ സൗകര്യത്തിന് 3 വഖത്തായി നിസ്കരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? തൊഴിലാളിന്റെ ആള് എല്ലാരും മുതലാളിന്റെ ആളാ, ഇപ്പോൾ തൊഴിലാളിന്റെ ആള് വന്നല്ലോ എന്ന നിലക്ക് ഒരാൾ പിന്നാലെ കൂടി. കുറച്ചുകാലം കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു നിസ്കാരം തന്നെ 3 ഉള്ളൂ, നിസ്കാരം 3 തന്നെ ഉള്ളൂ. അസിലിൽ മരിക്കാനായപ്പോ പറഞ്ഞു 2 ഉള്ളൂ. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് നിസ്കാരം തന്നെ കവാത്തന്നല്ല. ഒക്കെ ബുദ്ധിയാണ്, ഒക്കെ ഖുർആൻ ഗവേഷണാണ്, ഖുർആൻ മുമ്പിൽ വെച്ചത്തെ ഗവേഷണങ്ങളാ അതൊക്കെ. അഖിമിസ്സലാത്തലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അപ്പൊ എല്ലാരും ഓർത്താ മതി. ഡ്രൈവർ ഇങ്ങനെ വണ്ടി തിരിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. ഹോട്ടലിൽ ചായ വാരുന്നോ റബ്ബേ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. കന്നുകൂട്ടുന്നോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. എല്ലാരും ഇടയ്ക്ക് ഇങ്ങനെ അള്ളാനെ ഓർത്താ നിസ്കാരായി. അല്ലാതെ അതിനുവേണ്ടി കിബിലക്ക് തിരിഞ്ഞ് ഒന്നു കൊടുത്തൊരു കവാത്തൊന്നും വേണ്ട, ലക്ഷക്കണക്കിന് പള്ളി ആവശ്യമില്ല, എല്ലാം അനാവശ്യമാണ്, സുന്നത്തിയമായ തീരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവർ ഖുർആൻ ദർശനത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പാതയിലേക്ക് തന്നെയാണ് ഇപ്പോ നമ്മുടെ സുല്ലമിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ നിഷേധിച്ച് ഓരോന്നിനെ കുറിച്ചും മതിപ്പില്ലാതാക്കി. സഹീഹുൽ ബുഖാരിയിൽ വാറോലയുണ്ടെന്നാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കാൻ ഞാൻ എവിടെ ഹദീസ് നിശ്ചയിച്ചേ, ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് എന്തേ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നത്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ചേർന്ന് ഉദ്ധരിച്ച ഹദീസാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിനെ പോലും വാറോല എന്നാണ് അയാളുടെ പുതിയ പുസ്തകത്തിൽ അയാൾ വ്യാഖ്യാനിച്ചത്. അപ്പൊ അയാളെ ബുദ്ധിക്ക് യോജിക്കുക എന്നുള്ളതാണ്.